നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ഒരു ക്യാരക്ടറിനെ നമ്മളിത് ഈ ഒരു ഏരിയയിലോട്ട് ഇരിക്കുന്ന ഒരു പോസിലോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ അനിമേഷൻസ് ഫൈൻ ട്യൂൺ ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോൾ റഫ് മോഡലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എക്സാക്റ്റ് കസേരയല്ല. പക്ഷെ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഫസ്റ്റ് പോസ് കൈ പ്രോപ്പറായിട്ട് വയ്ക്കുക. ഫസ്റ്റ് പോസ് 2 പോസ് മാത്രമേ ഇതിൻ്റെ അത് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് പോസിൽ നമ്മൾ കൈ അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുക. ഓക്കെ, ഇതാ ഈ കൈ ഇങ്ങനെ എടുക്കുന്നു, ഈ ഒരു ഏരിയക്കകത്തോട്ട് സ്വല്പം ഒന്ന് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഏരിയക്കകത്ത് ഇങ്ങനെ നിർത്തുന്നു. ഫസ്റ്റ് പോസ്. ഓക്കെ, ഇതെവിടെ നമുക്ക് ബോൾ വെക്ടർ ഉണ്ട്, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു മുട്ടിൻ്റെ ഏരിയ അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ഇത് സെലക്ട് ചെയ്യുന്നു, ഈ ഒരു ഏരിയക്കകത്ത് ഞാൻ സ്വല്പം ഒന്ന് നിർത്തി. ഇപ്പോൾ ഫസ്റ്റ് പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം പോസ്. ഓക്കെ, അപ്പോൾ പോസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മുടെ കാല് രണ്ടും എന്ത് ചെയ്യുക, നമ്മളൊരു വി ഷേപ്പിൽ വയ്ക്കുക. അതാ നോക്കിയേ, കണ്ടോ, 2 കാല് നമ്മൾ വി ഷേപ്പിൽ വയ്ക്കുക. അതാ ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ ഞാനൊന്ന് വി ഷേപ്പിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ കാലിൻ്റെ ആ ഒരു ഇത് സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, സെലക്ട് ചെയ്തിട്ട് സ്വല്പം ഒരു ഏരിയക്കകത്ത് വെയിറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സ്വല്പം ഒന്ന് ഇങ്ങോട്ട് വയ്ക്കുക. അപ്പം നോക്കി, ഇതിപ്പോൾ ഏത് കാലിലാണ് വെയിറ്റ് നോക്കിക്കഴിഞ്ഞത്, ഈ ഒരു കാലിലാണ് വെയിറ്റ് ഇരിക്കുന്നത്. ഏത് കാലിലാണ് വെയിറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്, ക്യാരക്ടറിൻ്റെ റൈറ്റ് ലെഗിലാണ് വെയിറ്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, അത് ഈ ഏരിയ വളരെ മൈന്യൂട്ടായിട്ട്, ഇതിപ്പോൾ ഇങ്ങോട്ടാണ് തിരിച്ചെന്നുണ്ടെങ്കിൽ അത് സ്വല്പം അങ്ങോട്ട് മൈന്യൂട്ടായിട്ട് തിരിക്കുക. സ്വല്പം ഒരു ആർക്കും കൂടെ ഇതിന് കൊടുക്കുക. സ്വല്പം എന്താ ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ആർക്കും ഇതിന് കൊടുക്കുക. അതാ ഇങ്ങനെ സ്വല്പം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീല് കിട്ടും. നമുക്ക് ചരിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ചരിക്കുക. അപ്പോൾ ഇത് ഇങ്ങോട്ടും അത് അങ്ങോട്ടും. ഓക്കെ, അപ്പോൾ തലയുടെ കൺട്രോളർ ഞാൻ സ്വല്പം ഒന്ന് ഇങ്ങനെ എടുത്തു, തല ഞാൻ സ്വല്പം ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതാണ് ആക്ച്വലി പോസ്. ഒരു കൈ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇടാം, മറ്റേ കൈ നമുക്ക് സ്വല്പം ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയക്കകത്തോട്ടൊന്ന് സ്വല്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഓക്കെ, ഇനി ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പ്രോബ്ലം ഇല്ല. ഇപ്പോൾ കൈയുടെ ഫിംഗേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ക്യാരക്ടറിനെ മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻസ് ഇത് പൊങ്ങിയാണ് ഇരിക്കുന്നത് ഈ ഏരിയ. അപ്പോൾ ഇതിന് സ്വല്പം നമുക്കൊന്ന് താഴ്ത്താം. അപ്പോൾ അതിനനുസൃതമായിട്ട് നമുക്ക് കയ്യെ സ്വല്പം താഴ്ത്താം, ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഫിംഗറിന് ഇപ്പോൾ തൽക്കാലം നോക്കണ്ട. ഈ ഒരു ഏരിയക്കകത്ത് അത്ര ടോപ്പിലോട്ട് പോയിട്ടില്ലെങ്കിൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഫ്രണ്ടിലോട്ട് വയ്ക്കണമെങ്കിൽ ഇതിന് സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതിയാവും. സെലക്ട് ചെയ്യുക, സ്വല്പം ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഒരു ബേസ് ആയിട്ടുള്ള ഒരു പോസ് ആയിട്ടുണ്ട് ഫസ്റ്റ് പോസ്. ഫുൾ സെലക്ട് ചെയ്യുക, ഫുൾ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓട്ടോ കീ ഓൺ ആക്കുക, എസ് അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു 50 ഇനഫാണ്. 50 തന്നെ വേണമെന്നില്ല, തൽക്കാലം നമുക്കൊരു 30 ആക്കാം. 30 ആക്കിയിട്ട് ഞാൻ ഓക്കെ എടുത്തു. സെക്കൻഡ് പോസ് എന്ന് പറയുന്നത് ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അറൗണ്ട് ഒരു 15 ഫ്രെയിംസ് ആ ഒരു പോസ് സെറ്റ് ചെയ്യാം. കാരണം അത് മാറേണ്ടി വരും. എന്നാലും നമ്മൾ 15 ഫ്രെയിംസിൽ തൽക്കാലം സെലക്ട് ചെയ്തു, ഇവിടെ ഇങ്ങനെ വെച്ചു, സ്വല്പം ഡ്രാഗ് ചെയ്തു, ആ ഏരിയക്കകത്ത് ഇരിക്കുന്ന ഒരു ഫീൽഡ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ പെനിട്രേഷൻ കാണും, കണ്ടോ, ഈ ഒരു ഏരിയക്കകത്ത് സ്വല്പം ഒരു പെനിട്രേഷൻ കാണും. അപ്പോൾ തൽക്കാലത്തേക്ക് പെനിട്രേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതവിടെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ, സ്വല്പം ഇങ്ങനെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെനിട്രേഷൻ നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെനിട്രേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സെലക്ട് ചെയ്യുക, താഴേക്ക് വെച്ച് കൊടുക്കുക ഈ ഒരു ഏരിയ. ഒരുപാട് പെനിട്രേഷൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യുക, സ്വല്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്യാമറ ആംഗിൾ ഇതാണ്. അപ്പോൾ ക്യാമറ ആംഗിൾ ഇതാണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ പോൾ വെക്ടർ, അത് നമ്മൾ സ്വല്പം ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. ഇതും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, സ്വല്പം ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 2 കാലും 2 ഇതിലിരിക്കുന്നു. ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് സംഭവമായിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കയ്യെ നമുക്ക് ഏതെങ്കിലും ഏരിയക്കകത്തിട്ട് കൊണ്ട് വെക്കുന്ന നമ്മളിത് ഇങ്ങനെ ആക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു കൈ ഈ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്തോട്ട് കൈ വന്ന് ഇരിക്കുന്ന ഒരു ഫീൽഡിൽ കൊണ്ടുവരാം. ഡ്രാഗ് ചെയ്യുക, ഇത് ഇങ്ങോട്ട് നീക്കുക. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കൈ തൽക്കാലം ഫിംഗർ നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, തൽക്കാലം അവിടെ വെച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ഫിംഗർ പെനിട്രേഷൻ ഒന്നും ഇപ്പോൾ തൽക്കാലം നോക്കണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. പെനിട്രേഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ആ ഇരിക്കുന്ന ആ ഒരു ജസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പോസ് മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. സെലക്ട് ചെയ്യുക, സ്വല്പം ഡ്രാഗ് ചെയ്യുക, ആ ഏരിയക്കകത്തോട്ട് വെക്കുന്നു.
സ്വല്പം അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക, ഈ ഒരു ഏരിയക്കകത്തോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇതിലാണ്, അനിമേഷനിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ഒരു ആ ഒരു പർട്ടിക്കുലർ ഏരിയ വെക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഫോളോ ത്രൂ ആണ് നോക്കുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്നൊരു ഫീലാണെന്ന് വിചാരിക്കുക. അതാ ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ 2 പോസ് ആയിട്ടുണ്ട്. ഫുൾ സെലക്ട് ചെയ്യുക, എസ് അടിക്കുക. അപ്പോൾ നോക്കിയാൽ ഇവിടെ നിന്ന് വന്നു, ഇങ്ങനെ ഇരുന്നു, വന്നു, ഇങ്ങനെ ഇരുന്നു. അപ്പോൾ 2 ഏരിയക്കകത്തോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതിനെ സെലക്ട് ചെയ്തിട്ട് സ്വല്പം അങ്ങോട്ട് നീക്കി വയ്ക്കുക, ഈ ഒരു ഏരിയ സ്വല്പം ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. അപ്പോൾ 2 ആംഗിളിൽ ഇരിക്കുന്നൊരു ഫീൽ. അതുപോലെ തന്നെ ഇതിനെ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഇങ്ങോട്ട് നീക്കി വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ഇങ്ങനെ നമുക്ക് അലൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ പെനിട്രേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു അതിൻ്റെ അത് ഫിംഗർ തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മളൊന്നും ടച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഫിംഗർ നമുക്ക് തൊടണ്ട, എല്ലാ അനിമേഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആയി. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ ഫിംഗർ അങ്ങനെ പെനിട്രേറ്റ് ഇരുന്നോട്ടെ. ഇപ്പോൾ 2 ആക്സസിലോട്ട് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ സെലക്ട് ചെയ്യുക, 2ന് 2 കീ ഉണ്ട് അല്ലേ. രണ്ടാമത്തെ പോസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇട്ട് കൊടുക്കണം, ഇത് 15 വന്ന് വീഴുന്ന സമയത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 15 എന്ന് പറയുമ്പോൾ നമുക്കൊരു 7ാമത്തെ കീ ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യുക, സ്വല്പം ഇതിൻ്റെ പോസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചു, കൈ സ്വല്പം ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു, കൈ കുറച്ചൊരു ഏരിയക്കകത്തോട്ട് ഇങ്ങനെ വെച്ചു. ഇതും എന്ത് ചെയ്യുക, സ്വല്പം ഡ്രാഗ് ചെയ്തിട്ട് ഇതും ഈ ഏരിയക്കകത്തോട്ട് സ്വല്പം ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കും. കൈ വേണമെങ്കിൽ സ്വല്പം ഒന്ന് പൊക്കാം, ഇത് സ്വല്പം ഒന്ന് എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ നോക്കിയാൽ. ഓക്കെ, ഇങ്ങനെ വരുന്നൊരു ഫീൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കീ ഫ്രെയിം അങ്ങോട്ട് ചാടിപ്പോയി. ഏതാണ് 21. അപ്പോൾ 21 എടുത്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് 12 ഇടുക, ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, ഇതും സ്വല്പം നീങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് കറക്റ്റ് എക്സാക്ട് ഏത് ഫ്രെയിമാണ്, 15 തന്നെ വേണം. അപ്പോൾ ഇതിനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, 15 ഇടുക, ഇതിനെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇൻ ബിറ്റ്വീനും ഏതാണ് ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഒരു പോസുമാണ് നമ്മളതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഉദാഹരണത്തിന് നമുക്കൊന്ന് പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ അടിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്തായിപ്പോയി, സ്കെയിൽ കുറഞ്ഞു പോയി. ഒന്നും കൂടെ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 250 ആക്കി നോക്കാം. ഓക്കെ, 200 ആക്കി. മാക്സിമം റെസൊല്യൂഷൻ 200 ആണ്. 1280 × 960. സോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഇപ്പോൾ കാണിക്കുന്ന ഒരു ബേസിക് 2 പോസുകളല്ലേ ഉള്ളൂ അല്ലേ. ഒരു ഇൻ ബിറ്റ്വീന് 2 പോസ്. എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വെയിറ്റും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഫുൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് കാണിക്കുന്നത്, ഇത് 0, 7, 15 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയക്കകത്ത് 7നെ ഞാൻ സ്വല്പം നീക്കി ഇങ്ങോട്ടിട്ടു, ഒരു 8-ലിട്ടു. എന്നിട്ട് ഞാൻ ഈ 15-നെടുത്ത് 16-ലിട്ടു. അതിനുശേഷം ഇവിടെ മുതൽ നമ്മൾ വർക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഹിപ്പിന് ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹിപ്പിന് സ്വല്പം ഫ്രണ്ടിലേക്ക് തള്ളുക. ഓക്കെ, സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആൻറ്റിസിപ്പേഷൻ കിട്ടും. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, അത്രയും വേണ്ട, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ നിന്ന് കണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഈ ഏരിയക്കകത്ത് ഇവിടുത്തെ ഇൻ ബിറ്റ്വീൻ ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്വല്പം ടോപ്പിലോട്ടാക്കുക. ഇപ്പോൾ കൈ നോക്കേണ്ട ആവശ്യമില്ല, മൂവ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ കൈയും കൂടെ നമുക്ക് സ്വല്പം ഒന്ന് അനിമേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. സെലക്ട് ചെയ്യുക, സ്വല്പം മുകളിലോട്ട് പൊക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ആദ്യം ഫസ്റ്റ് ഹിപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് കൈയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട സമയത്ത് കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയായി. വീണ്ടും നമുക്കൊന്ന് പ്ലേ ബ്ലാസ്റ്റ് കൊണ്ടുപോകാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് സ്വല്പം കൂടെ ഒരു ഫീൽ വന്നു. നേരത്തെ അത്ര ഒരു അതിനെക്കാട്ടി സ്വല്പം കൂടെ ഒരു ഫീൽ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, പക്ഷേ ഈ കൈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈയുടെ പെനിട്രേഷൻ ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, കൈ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ വർക്ക് ചെയ്യിപ്പിക്കുക. ഈ ഏരിയ ഏതാണ് കൂടുതലായിട്ട് ഫ്ലെക്സിബിളായിട്ട് വരുന്നത് ആ ഏരിയ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ ഏരിയ വർക്ക് ചെയ്യാം. അതായത് കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തിരിച്ച് ഒരു ചെറിയ ആൻറ്റിസിപ്പേഷൻ ഇങ്ങോട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടത് എന്നിട്ട് താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പോഴും ഈ ഒരു ഏരിയക്കകത്തും അതിനെ സ്വല്പം ഇങ്ങനെ തന്നെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇവിടെ എത്തിയിട്ട് ഞാൻ സ്വല്പം ഒന്ന് ചരിച്ചു കൊടുക്കുക. സ്വല്പം ഇപ്പം നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. അപ്പോൾ ആ ഒരു പോസ് നമ്മൾ സ്വല്പം കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു, ഇവിടെ നിന്ന് വന്നു ഈ ഏരിയക്കകത്ത്. അത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ സ്ട്രൈറ്റ് ആയിരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ സ്വല്പം ഒരു ആർക്കിന് വേണ്ടിയിട്ടാണ് അത് ചരിച്ചത്.
ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു, ഈ ഏരിയക്കകത്ത് നോക്കിയത് സ്വല്പം കൂടെ തിരിഞ്ഞു, ഇവിടെ എത്തിയപ്പോഴാണ് നേരിട്ട് വന്നത്. വന്നു. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കീ ഫ്രെയിം കൂടെ അവിടെ ഇടാം. എന്നിട്ട് സ്വല്പം നീക്കിയിടാം. ഇവിടെ ഒരു കീ ഫ്രെയിം നീക്കി, അതിനുശേഷം ഒന്ന് ഡൗൺ ആയിട്ട് അപ്പ് ആവട്ടെ. ഇങ്ങനെ സ്വല്പം ഒന്ന് ഡൗൺ ആയതിനു ശേഷം അപ്പ് ആവട്ടെ. ഓക്കെ ഉണ്ടോ? അപ്പോൾ ആ ഒരു ഫ്ലോ വന്നു ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ പ്ലേ ബ്ലാസ്റ്റ് ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ ആനിമേഷൻ. ഇപ്പോൾ നോക്കിയാൽ നേരത്തെ നിന്ന് കുറച്ചും കൂടെ ഒരു ലൈവ് ഫീൽ വരുന്നുണ്ട്. നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയക്കകത്തുള്ള ഒരു ഫീൽ മാറി. ഓക്കെ, ഫൈൻ. കുറച്ചും കൂടെ ഒരു ഫീൽ വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഏരിയ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഹിപ്പ് നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് ഇവിടെ എത്തിയിട്ട് സ്വല്പം കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഏരിയ വളരെ മൈന്യൂട്ടായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഹിപ്പിൻ്റെ ഏരിയ മാത്രം സ്വല്പം കൂടെ ഒന്ന് മുകളിലോട്ടായി കൊടുക്കുക. അതാകുമ്പോൾ ആ ഒരു വെയിറ്റ് ഫീൽ കറക്റ്റായിട്ട് വരും. ആ ഒരു ഏരിയക്കകത്ത് ഇരുന്നിട്ട് ആ ഒരു വെയിറ്റ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വരും. ഓക്കെ, അതിനുശേഷം ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ ബാക്കിലോട്ട് പോകുന്നുണ്ടല്ലോ, ഇത് കണ്ടോ, ഇത് സ്വല്പം കൂടെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് സ്വല്പം ഒന്ന് ബാക്കിലോട്ടും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യില്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രം ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നൊരു ഫീൽ കിട്ടും. കണ്ടോ, അതാകുമ്പോൾ എല്ലാ കംപ്ലീറ്റ് ഏരിയയും എന്താണ് ആ ഒരു ഏരിയക്കകത്തോട്ട് മൂവ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഈ ഒരു ഏരിയക്കകത്ത് ഇവിടെ നിന്ന് ആ ഒരു ആർക്ക് വരണം. ഇവിടെ നിന്ന് കണ്ടോ, നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു ആർക്കിൽ വരും. ഇത് കണ്ടോ, ആർക്കിൽ വരും. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ ഒരു ഏരിയക്കകത്താണ് ഇങ്ങനെയാണ് ഞാൻ മൂവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡൗൺ എന്നിട്ട് വളരെ മൈന്യൂട്ടായിട്ടൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഡൗൺ ആൻഡ് അപ്പ്, ഡൗൺ അപ്പ് ഡൗൺ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് നമ്മൾ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത മൂവ്മെൻ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്കിവിടെ വന്നു, ഇത് ബാക്കിലോട്ട് മൂവ് ചെയ്തു കണ്ടോ, സ്വല്പം കൂടെ ബാക്കിലോട്ട് മൂവ് ചെയ്തു കണ്ടോ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടു. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇവിടെ അങ്ങ് സ്റ്റക്കായി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ ഞാൻ അങ്ങ് റിമൂവ് ചെയ്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ പെനിട്രേഷൻ ഇപ്പോൾ തൽക്കാലം നോക്കണ്ട. അതിനുശേഷം എന്ത് ചെയ്യുക, സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഏതാണ് നമുക്ക് പക്കായിട്ട് മൂവ് ചെയ്യുന്നത് കണ്ടോ, ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഫ്രണ്ട് അത്രയ്ക്ക് വേണ്ടതുകൊണ്ട് സ്വല്പം ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അഥവാ ഈ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രാഫ് എഡിറ്റർ എടുക്കുക, കർവ് എഡിറ്റർ എടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മുടെ മൂവ്മെൻറ്റ് ഏതാണ്, Z ആക്സിസ് ആവാനാണ് ചാൻസ്. ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഏരിയ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഏതാണ് നമ്മളെ പ്രശ്നം ഉള്ള ഏരിയ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഓക്കെ, അപ്പോൾ Y ആയിരിക്കാം. Y സെലക്ട് ചെയ്തിട്ട് Y നോക്കാം. എന്നുണ്ടോ, Y ആണ് അപ്പോൾ നമുക്ക് പ്രശ്നം. അപ്പോൾ Y നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം ബാക്കിലേക്ക് കൊണ്ടുവരിക, സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട്. ഇപ്പോൾ നോക്കിയാൽ പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആ ഒരു മൂവ്മെൻറ്റ് പക്കയായിട്ട് കിട്ടി. ഇപ്പോൾ ഗ്രാഫ് വേണ്ടാന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഗ്രാഫ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് ഈ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ പ്ലേ ബ്ലാസ്റ്റ് ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ ആനിമേഷൻ. ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു വെയിറ്റ് വരുന്നുണ്ടല്ലോ. ഇപ്പം ആളിരിക്കുന്നതിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏത് ഏരിയ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ വരണമെങ്കിൽ ഈ ഏരിയയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക. കണ്ടോ, ആ ഡൗണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്വല്പം കൂടെ ഇതിനെയും കൂടെ ഡൗൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വേണമെങ്കിൽ അങ്ങോട്ട് തിരിക്കാം, ഓപ്പോസിറ്റായിട്ട് തിരിക്കാം, എന്നാലും പ്രശ്നമില്ല. തിരിച്ച് ഓപ്പോസിറ്റായിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് ഈ ഏരിയക്കകത്ത് ഇവിടെ കൊണ്ടുപോയിക്കുക, ഇവിടെ റിമൂവ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ, അപ്പോൾ ഒരു ഓവർലാപ്പിംഗ് ആക്ഷൻ അതിൻ്റെ ഇടയിൽ കിട്ടും. ഇവിടെ സെലക്ട് ചെയ്യുക, സ്വല്പം അങ്ങോട്ട് തിരിക്കുക, ഈ ഒരു ഏരിയക്കകത്തുനിന്ന് ഇപ്പോൾ നോക്കിയേ. എന്നാലും നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഫീല് വരും നമുക്ക്. അപ്പോൾ അവിടെ എത്തുന്ന മുമ്പേ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കണ്ടോ. അപ്പോൾ രണ്ട് ഏരിയക്കകത്തോട്ട് ഓവർലാപ്പ് ചെയ്തു. നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിനാണെങ്കിൽ സ്വല്പം അങ്ങോട്ട് മൂവ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഈ ഏരിയക്കകത്ത് സ്വല്പം മുകളിലോട്ടാക്കി, ഈ ഏരിയക്കകത്ത് ഇവിടെ എത്തുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് സ്വല്പം കൂടെ ഡൗൺ ആക്കുക. നോക്കിയേ, ഓക്കെ, നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് എടുത്തു, ആ ഒരു ഏരിയക്കകത്ത് നിന്ന് അവിടെ തന്നെ നിന്നു. ഈ ഒരു കീ ഫ്രെയിം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കീ ഫ്രെയിം നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു,
അപ്പോൾ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അവിടെ ആദ്യം നിൽക്കുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ടോപ്പിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഏരിയയിൽ എത്തുന്ന സമയത്ത് ബോട്ടം. ഒരുപാടാവണ്ട, ഒരുപാടായിക്കഴിഞ്ഞാൽ ആ ഒരു ഫീല് പോകാനുള്ള ചാൻസ് ഉണ്ട്. കൈ അല്ലെങ്കിൽ അവിടെ കുത്തുന്നൊരു ഫീല് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ സ്മൂത്തായിട്ട് ഇതാ വന്നു. ഇനി ഒന്നും കൂടെ പ്ലേ ചെയ്യാൻ നോക്കും. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇതല്ല, ഇവിടെ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നോക്കിയേ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിനിഷ് അവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയക്കകത്ത്. ഇതാ കണ്ടോ, സ്മൂത്തായി അല്ലേ, അനിമേഷൻ സ്മൂത്തായിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ തലയുടെ മൂവ്മെൻ്റ് ആണ്. തല ഞാൻ സ്വല്പം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തു, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. അതിനുശേഷം അതെല്ലാം ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ വെക്കുക കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. അതിനുശേഷം സ്ട്രെയിറ്റ് പക്കായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇവിടെ എത്തിയിട്ട് ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, നോക്കിയേ, അപ്പ് അത് കഴിഞ്ഞിട്ട് ഉള്ള ഏരിയക്കകത്ത് ഡൗണ് ഉണ്ടോ, ഡൗൺ, അപ്പ് കഴിഞ്ഞിട്ട് ഡൗണ്, അത് കഴിഞ്ഞിട്ട് അപ്പ് ഉണ്ടോ, അപ്പ് പിന്നെ വീണ്ടും ഡൗൺ, വളരെ മൈന്യൂട്ടായിട്ടൊരു ഡൗണും കൂടെ കൊടുക്കും. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, മൂവ്മെൻറ്റ് കൂടിയെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ അപ്പ് കൂടിപ്പോയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ റിമൂവ് ചെയ്യുക, രണ്ടിനെ റിമൂവ് ചെയ്യുക. ഇവിടെ നിന്ന് അപ്പ് ഡൗൺ, ദെൻ ഇവിടെ എത്തുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടൊന്ന് അപ്പ് ചെയ്യുക, ഒന്ന് ഡൗൺ ചെയ്യുക. സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയക്കകത്തൊന്ന് ജസ്റ്റ് സെറ്റിൽ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സും കൂടെ കാണുക കേട്ടോ, അന്നേരം കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അതും കൂടെ ഒന്ന് റെഫർ ചെയ്താലേ പ്രോപ്പറായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തിരിച്ചും കൊടുക്കാം, കുഴപ്പമില്ല. അത് ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ, അതാകുമ്പോൾ രണ്ടും ഒരേ പോസ് ആയിപ്പോവും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഡൗൺ, ഇവിടെ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക, ഇവിടെ നിന്ന് അപ്പ്, അത് കഴിഞ്ഞിട്ട് ഡൗൺ, ഇങ്ങനെ ടോപ്പിലോട്ട്. ഇവിടെ മൂവ് ചെയ്യുമ്പോൾ അപ്പ്, അത് കഴിഞ്ഞ് ഡൗൺ. അപ്പോൾ ഇത് മൂവ് ചെയ്ത് ഇടുക കേട്ടോ, രണ്ട് കീ ഫ്രെയിംസും ഡിലേ കൊടുത്തിടുക, ഇങ്ങനെ ഡൗൺ. ഇപ്പോൾ ഏരിയയിൽ ഡൗൺ ആകുമ്പോൾ സമയത്ത് ഡൗൺ, ജസ്റ്റ് അപ്പ് കണ്ടോ, അപ്പ് ദെൻ ഡൗൺ. അല്ലെങ്കിൽ അപ്പാണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ്, ഡൗൺ ആണെങ്കിൽ അപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. എന്താണ് ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടും. ഇപ്പോൾ കണ്ടോ, തലയുടെ മൂവ്മെൻറ്റ് കണ്ടല്ലോ. ഇപ്പോൾ ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക, ലൈവ് ആക്കുക. സ്വല്പം കൂടെ ഞാൻ സൂം ചെയ്യാം, എന്നിട്ട് ഒന്നുകൂടെ പ്ലേ ബ്ലാസ്റ്റ് അടിക്കുക. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഒന്ന് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താലേ അത് നമുക്ക് കയ്യിൽ വഴങ്ങി വരുള്ളൂ. നോക്കിയേ, എന്താണ് എല്ലാം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു വെയിറ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് സ്റ്റിഫായിപ്പോൾ ഈ ഏരിയ ഉണ്ടോ, സ്റ്റിഫായിരിക്കുന്നു. ഈ ഏരിയ ഉണ്ടല്ലോ, ഇതുണ്ടോ, ഈ ഏരിയ സ്റ്റിഫായിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് സ്വല്പം ഇതൊന്ന് ടോപ്പിലോട്ടാക്കി നോക്കുക. ഓക്കെ, കാണുന്നുണ്ടോ ടോപ്പ്. അത് കഴിഞ്ഞിട്ട് ബോട്ടം എത്തുന്ന സമയത്ത് മാക്സിമം ബോട്ടത്തിലോട്ടാക്കുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ ബോട്ടം ഡൗൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വല്പം ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസേ വന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ടോപ്പിലോട്ടാക്കി, ഈ ആക്സിസ് മാത്രം, ഈ രണ്ടെണ്ണം മാത്രം. ഓക്കെ, ജസ്റ്റ് ടോപ്പിലോട്ടാക്കി, അത് ബോട്ടത്തിലോട്ട് വന്നു. അപ്പം വേണമെങ്കിൽ ഒന്നും കൂടെ അത് ബോട്ടത്തിലാക്കിയിട്ട് പിന്നെ മതിയെങ്കിൽ അത് മതി, മൂവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നോക്കിയേ, അപ്പോൾ അതും ഈ ഒരു ഹിപ്പ് മൂവ്മെൻറ്റും കൂടെ പ്രോപ്പറായിട്ട് വന്നു. ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ, ആ ഒരു ഏരിയക്കകത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള, ഇല്ലെങ്കിൽ ആ ഏരിയ മാത്രം സ്റ്റിഫായി പോകും. ഈ ഏരിയ മാത്രം സ്റ്റിഫായി പോകും. അപ്പോൾ ഈ ഏതൊക്കെ ഏരിയക്കകത്ത് നമുക്ക് മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് വരണം, ആ ഏരിയക്കകത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീല് പറഞ്ഞുണ്ട്. നോക്കിയേ, ഉണ്ടോ, ഈ ഒരു ഏരിയ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീൽ. അപ്പോൾ നമുക്ക് അതും കൂടെ വർക്ക് ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഡൗൺ ആകുമ്പോഴേ, ഈ ഏരിയക്ക് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഫൈനൽ വരും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്വല്പം ഒന്ന് അതിനെ കുനിച്ചു കൊടുത്താലും അവിടെയും കൊണ്ടൊരു ഫീല് വരും. കണ്ടോ, കാണുന്നുണ്ടോ, മൂവ് ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ ആ ഏരിയക്കകത്ത്, അതുകൊണ്ട് ഒരു ഏരിയയും നമ്മൾ സ്റ്റിഫായിട്ട് ഇടാൻ പാടില്ല. സ്റ്റിഫായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു റോബോട്ടിക് ആയിട്ടുള്ളൊരു ഫീൽ വരും. ഓക്കെ, ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ തലയുടെ മൂവ്മെൻറ്റ് വേണമെങ്കിൽ ഒരു ആർക്കിൽ കൊണ്ടുവരാം. മീൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഇങ്ങോട്ട് തിരിച്ചു വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങനെ. ഇവിടെയും വേണമെങ്കിൽ സ്വല്പം ഒന്ന് റൊട്ടേഷൻ പിടിക്കാം. അത് കഴിയുമ്പോൾ ആ റൊട്ടേഷനോടുകൂടി വന്നിട്ട് തിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നൊരു ഫീൽ കിട്ടും. എന്താ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് റൊട്ടേഷനും ചെയ്യാം, ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു ഏരിയക്കകത്തുള്ള ആ ഒരു ഫിനിഷ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഡൗൺ അപ്പ്, വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് അതും കൂടെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൈയാണ്. കൈ ചെയ്യുന്ന സമയത്ത് കൈ ഒരു ആർക്കിൽ തന്നെ വരണം. കണ്ടോ, കൈ സ്റ്റിഫായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഈ ഒരു ഏരിയക്കകത്ത്. അപ്പോൾ നമ്മൾ കൈ സ്വല്പം ഫ്രണ്ടിലോട്ട് അനിമേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കൈക്ക് നല്ല ഡിലേ കൊടുക്കുക. മൂവ് ചെയ്തിട്ട് ബാക്കിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കൈ എല്ലാം മൂവ് ചെയ്യുക ബാക്കിലോട്ട്. അപ്പോൾ കൈ ലാസ്റ്റ് വന്നാൽ മതി. ഓക്കെ, ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ലവണ്ണം ഒരു ആർക്കിൽ വരട്ടെ. ഇങ്ങനെ മാക്സിമം ടൈം എടുത്താലും കുഴപ്പമില്ല. ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പം നോക്കിയേ, ഇവിടെ എത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഫീല് കിട്ടും. ഇതാ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടും ഇവിടെ. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഉണ്ടോ, അതാകുമ്പോൾ കൈക്കൊരു ഡിലേയും കൂടെ വന്നു. ഒറ്റയടിക്ക് അത് വന്നിട്ടില്ല, എന്ത് ചെയ്യുക, ഒരു ഡിലേയും കൂടെ വന്നു. ആ ഒരു ഫോളോ ത്രൂ കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. സ്മൂത്തായല്ലോ അനിമേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് ഡിലേ കൊടുക്കണ്ട. ഒരുപാട് ഡിലേ കൊടുത്താൽ അത് വൃത്തിയിടായിപ്പോവും. ഉണ്ട്, ഇത്രയും സമയം എടുക്കണ്ട. ഹിപ്പ് കുത്തി കഴിഞ്ഞല്ലോ, ഉടൻ തന്നെ കൈയും വരട്ടെ. അപ്പോൾ സെലക്ട് ചെയ്യുക, സ്വല്പം ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് സ്വല്പം മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഹിപ്പ് കഴിഞ്ഞിട്ട് ഉടൻ കൈ മൂവ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ റിമൂവ് ചെയ്യുക. ഈ ഏരിയക്കകത്തൊന്ന് ഇരിക്കുന്ന ഒരു ഫീൽഡ് കൊണ്ടുവരിക. അപ്പോൾ നോക്കിയാൽ ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കൈയുടെ ടൈമിംഗ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഓവർലാപ്പ് ചെയ്യണം. പക്ഷെ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫീൽ അങ്ങ് പോകും. കണ്ടോ, അപ്പോൾ ഓരോ ബോഡി പാർട്ടും കറക്റ്റായിട്ടൊന്ന് ഫ്ലോ ചെയ്തിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ. ഇനി അതുപോലെ തന്നെ ഈ ഒരു കൈ ഉണ്ടല്ലോ, റൈറ്റ് കൈ ഇതേ കണക്ക് സെയിം ആയിട്ട് ചെയ്യുക. ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഒന്ന് ഫോർവേഡ് ആക്കി കൊടുക്കുക. ഡൗൺ ആക്കിയിട്ട് ഇത് ഏരിയ സ്വല്പം മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് രണ്ടും ഡിലേ കൊടുത്താലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇത് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒന്നും കൂടെ പ്ലേ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്യാമേ. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അപ്പോൾ ഒരു വെയിറ്റും കാര്യങ്ങളും ഒക്കെ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ അതിൽ സ്വല്പം കൂടെ വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ ഏരിയ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആർക്ക്, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ആവുന്ന സമയത്തുണ്ടല്ലോ, ഇത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഏരിയയിൽ സ്വല്പം കൂടെ അങ്ങോട്ട് കുനിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതപ്പോൾ വേണ്ടായിരിക്കും, റിമൂവ് ചെയ്യുക. അത് നോക്കിയിട്ട് നമ്മൾ അനിമേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തിരിച്ചുള്ള ഏരിയയിലാണെങ്കിൽ തിരിച്ച് സ്വല്പം മൂവ് ചെയ്ത് ബാക്കിലോട്ടാക്കി കൊടുക്കുക. ഇവിടെ നിന്ന് എടുത്തു, തിരിച്ചാണെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ കൊടുക്കുക. ഉണ്ടോ, വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് സ്വല്പം കൂടെ മുകളിലോട്ടാക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്വല്പം കൂടെ മുകളിലോട്ടാക്കിയാൽ സ്വല്പം കൂടെ ഒരു വെയിറ്റ് കിട്ടും. ഉണ്ടോ, ആ ഒരു വെയിറ്റും കൂടെ നമുക്ക് കിട്ടും. വീണ്ടും ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അത് നമുക്ക് ഓരോ ഡിസ്റ്റൻസ് നമ്മൾ മീൻസ് ഓരോ കീ ഫ്രെയിംസും മാറ്റി ഇടുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ളതായിരിക്കും. ഇപ്പം നോക്കിയാൽ കണ്ടോ, കുറച്ചും കൂടെ സ്പീഡായില്ലേ മൂവ്മെൻറ്റ്. ഓക്കെ, അത് ഒറ്റ കീ ഫ്രെയിമാണ്, ഒരൊറ്റ കീ ഫ്രെയിമാണ് അത് മാറ്റിയത്. ആ കീ ഫ്രെയിം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ 1 2 അത് ഞാൻ മാറ്റി. അത് മാറ്റിയെങ്കിൽ സ്മൂത്ത് ആയിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ എന്തായാലും സ്പീഡാക്കി. ആ ഒരു മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ഇതേപോലെ സ്മൂത്ത് ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. നോക്കിയേ, കണ്ടോ, അത്രേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡൗൺ അപ്പ് ആ ഒരു പ്രോസസ്സ് പക്കയായിരിക്കണം, എന്നാൽ ആ ഒരു ഫിനിഷ് കിട്ടുള്ളൂ ആ ഒരു ഏരിയക്കകത്ത്. അതുപോലെ കൈ ഒരു കാരണവശാലും സ്ട്രൈറ്റ് ആവാൻ പാടില്ല. നോക്കി വേണം, കണ്ടോ സ്ട്രൈറ്റ് ആയി വിടുക. ഒരു കാരണവശാലും സ്ട്രൈറ്റ് ആവാൻ പാടില്ല. പോസ് പക്ക പോസായിരിക്കണം. ഇവിടെ എത്തുന്ന സമയത്ത് നോക്കി അതാണ്ട് സ്ട്രൈറ്റ് ആയി. എൽബോ മടങ്ങി, അല്ല സ്ട്രൈറ്റ് ആവാൻ പാടില്ല. അത് വീണ്ടും റോബോട്ടിക് ഫീൽ വരും. ഒരു കാരണവശാലും അത് അങ്ങനെ വരാൻ പാടില്ല. ഇപ്പോൾ ഡൗൺ ആവുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വല്പം ഒന്ന്
ഉണ്ടോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം ബാക്കിലോട്ട്. ഉണ്ടോ, പുഷ് ചെയ്തിട്ട് ഓക്കെ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്വല്പം ഒന്ന് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്തൊന്ന് തിരിച്ചു കൊടുത്താലും പ്രോബ്ലം ഇല്ല. സ്വല്പം മൂവ് ചെയ്തിട്ട് ഒരു കീ ഫ്രെയിം വന്നിട്ട് സ്വല്പം ഒന്ന് ബാക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ തലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള മൂവ്മെൻറ്റ് തലയ്ക്കും വരും. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തല്ലോ, ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുത്തു. അപ്പോഴത്തേക്ക് ആ ഒരു ഏരിയക്കകത്തും നമുക്ക് ആ തല എത്താത്ത രീതിയിൽ ഉള്ള മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ട്. ഇപ്പോൾ ഡൗൺ ആവുന്ന സമയത്തുണ്ടല്ലോ, ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഡൗൺ കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡൗൺ ആവും. ഡൗൺ അപ്പ് അതിനുശേഷം ഡൗൺ, ഈ ഏരിയക്കകത്ത് ഡൗൺ. ഓക്കെ, ഇതിനെ അങ്ങ് റിമൂവ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണോ ചേഞ്ച് ചെയ്യാം. നമ്മളൊരു ഷോട്ട് ഏത് രീതിയിൽ വേണോ നമുക്ക് ചേഞ്ച് ചെയ്യണം, ആ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് ഓരോ ഇതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഷോട്ടിന് നമുക്ക് റീട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, കുറച്ചും കൂടെ സ്പീഡായി. വേണമെങ്കിൽ ഇനി ഡിലേ കൊടുക്കാം. ഡിലേ ഇല്ലാത്തതുകൊണ്ടാണ് തല ആ ഒരു ഫീൽ വരാത്തത്. ഡിലേ കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, 30 അല്ലേ ഇരിക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, അതിനൊരു 40 ആക്കാം. 40 ആക്കിയാൽ നല്ല ഡിലേ വരും. ഓക്കെ കൊടുക്കുക. ഇതാ നമ്മളിപ്പോൾ അനിമേറ്റ് ചെയ്ത ഈ ഭാഗമാണ്. ഈ ഭാഗം നമുക്ക് സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ട് മാറ്റാം. 1 2 1 ഉണ്ടോ, ആ ഭാഗം ഡിലേ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മൂവ് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി തലയുടെ കൺട്രോൾ എടുക്കുക. തലയുടെ കൺട്രോൾ മാക്സിമം അങ്ങോട്ട് മൂവ് ചെയ്യുക, അതിനെ മൂവ് ചെയ്യുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ തല വീണ്ടും പഴയ ഒരു ക്വാളിറ്റിയിൽ വന്നതായിട്ട് കാണാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പം നോക്കിയേ, നേരത്തെ നിന്ന് അത് മാറിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ഫിനിഷ് പക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ആ തലയുടെ ഫിനിഷ് കണ്ടല്ലോ. അപ്പോൾ ഓരോ ജസ്റ്റ് 1 കീ ഫ്രെയിം മാറ്റം നമ്മൾ വളരെ മാറ്റമായിരിക്കും അതിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ കൈയൊന്നും കറക്റ്റായിട്ട് അതിൽ തൊട്ടിട്ടില്ല. കൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് ഫിംഗർ അനിമേഷൻ കൂടെ ചെയ്യുക. അപ്പോൾ തൽക്കാലം ഞാൻ ഫിംഗർ അതിൻ്റെ അകത്തൊന്നും തൊട്ടിട്ടില്ല. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. നോക്കി, ഫസ്റ്റ് ഇങ്ങനെ നിന്നു, ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൈ ഫസ്റ്റ് ഹിപ്പ് അത് വളഞ്ഞു, ഇരുന്നു, സ്ട്രെയിറ്റ് ആയി, ആ ഒരു ഫോളോ ത്രൂ കറക്റ്റായിട്ട് കിട്ടി. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതാ കണ്ടോ, ആ ഒരു ഇരിക്കുന്നതിൻ്റെ ആ ഒരു പുഷ് വന്നുണ്ടല്ലോ, ആ ഒരു വെയിറ്റും കൂടെ അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് കൊടുക്കുക. ആ ഒരു പുഷും കൂടെ കറക്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല ഇരിക്കുമ്പോൾ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മൂവ് ചെയ്ത്. വേണമെങ്കിൽ ഇത് പിടിച്ചിട്ട് ഈ കൺട്രോൾ ഉണ്ടല്ലോ, ഈ ഒരു കൺട്രോളർ, ഈ ഒരു കൺട്രോളർ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ കുറച്ചൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് വർക്ക് ചെയ്യാം. ഇങ്ങനെ ഇരുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടാക്കുക. ഇവിടെ എത്തുന്ന സമയത്ത് അവിടെ അത് ഇരുന്നു എന്നുള്ളൊരു ഫീൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം ചെറുതായിട്ട്. കണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ഇരുന്നിട്ട് സ്വല്പം ഇങ്ങോട്ടാക്കിയാൽ ഉണ്ടോ, ആ ഒരു ഫീൽ നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാം. ആ ഒരു പുഷ് നമുക്ക് തരാം. അപ്പോൾ ഈവൻ ഓരോ സ്മോൾ കൺട്രോളേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ സ്മോൾ കീ ഫ്രെയിംസ് ഉൾപ്പെടെ നമുക്ക് നമ്മുടെ അനിമേഷൻ ഭയങ്കര ചേഞ്ചസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഉണ്ടോ, അത് സ്മൂത്ത്നെസ് എന്തായാലും നമുക്ക് അത്രയും സ്മൂത്ത്നെസ്സും വരണം. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതാണ്ട് ഈ ഒരു ഏരിയക്കകത്തുനിന്ന് 1 2 3 4 5 6 7 8 വേണമെങ്കിൽ ഈ ഒരു ഏരിയ ഇപ്പോൾ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആക്കുമ്പോൾ എന്ത് പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. സ്ട്രെയിറ്റ് ആക്കുമ്പോൾ എന്തായിരിക്കും പറ്റുന്നത്. ഇതാണെങ്കിൽ ഏത് മൂവ്മെൻ്റ് ആണെങ്കിലും സ്ട്രെയിറ്റ് ആക്കുമ്പോൾ എന്ത് പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ വരേണ്ട, ഇവിടെ എത്തുമ്പോൾ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യണം. ഓക്കെ, സ്ട്രെയിറ്റ് ആകുമ്പോൾ അത് പക്ക സ്ട്രെയിറ്റ് ആയിപ്പോവും. ഓക്കെ, ഇവിടെ നിന്നുണ്ടോ സ്ട്രെയിറ്റ് ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മതി എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആയി ഇപ്പോൾ വന്നു. കണ്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും, ഈവൻ ഒരു ചെറിയൊരു റൊട്ടേഷനാണ് ഞാൻ ട്വീക്ക് ചെയ്തത്. ആ ഒരു റൊട്ടേഷൻ ട്വീക്ക് ചെയ്താൽ തന്നെ അത്രയും ചേഞ്ചസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഇത് ആണ് കുറച്ചും കൂടെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു സംഭവം. ഓക്കെ, അതുപോലെ തന്നെ അത് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയക്കകത്ത് ഇത് കൊടുത്തത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക്. അത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അല്ലെങ്കിൽ എനിക്ക് ഒന്ന് വെയിറ്റ് സ്വല്പം കൂടെ കണ്ടോ, വെയിറ്റ് ഇല്ലാത്തൊരു ഫീല് വരും. കണ്ടോ, ആ ഒരു ഏരിയക്കകത്തുനിന്ന് വെയിറ്റ് ഇല്ലാത്തൊരു ഫീൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട്
ഒറ്റ അടിക്ക് വന്ന് ഇവിടെ ഇരിക്കുന്നൊരു ഫീൽ കൊടുക്കണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ തൊട്ടടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എന്നാലും ഒരു കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ എന്തൊക്കെയാണ്. കണ്ടോ, നോക്കിയേ, കണ്ടോ ആ ഒരു വെയിറ്റ് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വന്നിരുന്നൊരു ഫീൽ ഇപ്പോൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫൈൻ ട്യൂൺ ചെയ്യുക. മാക്സിമം ഒരു 2 പോസ് എടുക്കുക, ഒരു പോസിൽ നിന്ന് അടുത്ത പോസിലോട്ട് വയ്ക്കുക. അതിന് മാക്സിമം നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ.